ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. മിക്കവാറും കേസുകൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു സാധ്യത ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം. ചില അപസ്മാരത്തിൻ്റെ കേസുകളിൽ അല്ലെ മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുന്നേ അറിയാൻ പറ്റും. സ്ട്രോക്കിൻ്റെ കേസിൽ നിർഭാഗ്യവശാൽ അങ്ങനെ അറിയാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവത്തിനും അതിൻ്റെ പ്രവർത്തനം നോർമലായിട്ട് നടക്കണമെങ്കിൽ രക്തയോട്ടം വേണം, അല്ലേ? സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക്, ഒരടപ്പുണ്ടായിക്കഴിഞ്ഞാൽ ആ രക്തയോട്ടം കുറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് നിലയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തേക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ ഭാഗത്തെ പ്രവർത്തനം നിലയ്ക്കും. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ സംസാരശേഷി നിയന്ത്രിക്കുന്നതാവാം, ചില ഭാഗങ്ങൾ നമ്മുടെ കൈകാലുകളുടെ ചലനമാകാം, ചില ഭാഗങ്ങൾ സ്പർശനശേഷിയാവാം, ചിലത് കാഴ്ചയുടേതാവാം. അപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ആ ഒരു രക്തയോട്ടത്തിൻ്റെ അഭാവം ഉണ്ടായിരിക്കുന്നത് അതനുസരിച്ച് ലക്ഷണങ്ങളും മാറും. അപ്പം കൈകാലുകളുടെ ചലനം നിയന്ത്രിക്കുന്ന ഭാഗത്തേക്കാണ് രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്നതെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കൈകാലുടെ ബലക്ഷയം, പെട്ടെന്ന് കാലും പൊക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ മരപ്പ്, തരിപ്പ് അങ്ങനെ എന്തെങ്കിലും വരുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണും നോക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തന്നെ ഒരു കറുത്ത പാട പോലെ കാഴ്ച മങ്ങുന്ന പോലെ തോന്നുന്നു, ഇല്ലെങ്കിൽ നടക്കുമ്പോൾ ഉള്ള ബാലൻസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തന്നെ വേച്ച് പോവുക. ഇതെല്ലാം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തേക്കുള്ള രക്തയോട്ടമാണ് കുറഞ്ഞത് എന്നനുസരിച്ചായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പം സ്ട്രോക്കിൻ്റെ കേസിലിപ്പം നമ്മുടെ ഈ അപസ്മാരമൊക്കെ പോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ സ്ട്രോക്കുകളിലും അല്ല. സ്ട്രോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ഒരു ക്ലൂ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയും കുളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, പെട്ടെന്നൊരു ബലക്ഷയം ഉണ്ടായി വീഴാം. കൂടുതൽ ബലക്ഷയമൊക്കെ ഉണ്ടെങ്കിൽ തീർത്തും കയ്യും കാലും അനക്കാൻ മേലാത്ത സ്ഥിതിയിലേക്ക് പോകാം. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ട്രോക്കൊക്കെ ആണെങ്കിൽ ചെറിയ ബലക്കുറവൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ നടപ്പിലായിരിക്കും വ്യത്യാസം. നടക്കുമ്പോൾ ഒരു കാല് തന്നെ വലിച്ചിൽ പോലെ, അല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ഭക്ഷണം മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മൈനർ സ്ട്രോക്കൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാ ഇങ്ങനത്തെ ലക്ഷണവും സ്ട്രോക്ക് ആയിരിക്കണമെന്നല്ല. പ്രത്യേകിച്ച് ഇപ്പം ചില കേസുകളിൽ തലകറക്കമായിട്ട് വരാം. അത് നമ്മുടെ തലച്ചോറിൻ്റെ പിൻഭാഗത്തുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ചിലപ്പോൾ തലകറക്കമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഇയർ ബാലൻസിൻ്റെ കേസിലും തലകറക്കം വരാം. ഓക്കെ, ഇപ്പോൾ ഇയർ ബാലൻസ് വളരെ കോമൺ ആയിട്ടുള്ള കാര്യം. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ തലകറക്കവും സ്ട്രോക്ക് ആണെന്നല്ല, അത് ഇയർ ബാലൻസിൻ്റെ കൂടെ ആയിരിക്കാം. പക്ഷേ ഒരു തലകറക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പരിധിയിൽ കൂടുതൽ നേരം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ ആളാണ്, ഒരു 60 വയസ്സ് 70 വയസ്സിന് ശേഷമുള്ള കഴിഞ്ഞ ആളാണ്, പ്രമേഹം BP ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തലകറക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ നിൽക്കുന്നുണ്ട്, നടക്കുമ്പോൾ ഒരു വേപ്പൽ ഒരു സൈഡിലേക്ക് തന്നെ വെച്ച് പോകുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആശുപത്രിയിൽ പോയി സ്ട്രോക്ക് അല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. സ്ട്രോക്കിൻ്റെ കേസിൽ ഒരു ലോങ് ടേം റിക്കവറി ആയിരിക്കും, അതേ സമയം എടുക്കുന്ന ഒരു റിക്കവറിയാണ്. മിക്ക കേസുകളിൽ ഒരു 3 മാസം, ആദ്യത്തെ 3 മാസം മരുന്നുകളുടെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തായിരിക്കും ഉണ്ടാകുന്നത്. ചില കേസുകളിൽ തീർത്തും ബലക്ഷയമായിട്ട് വരുന്ന ചില കേസുകളിൽ ഈ പറഞ്ഞ 4.5 മണിക്കൂറിനൊക്കെ വരുന്ന പേഷ്യൻസ് നമ്മൾ പെട്ടെന്ന് കൗൺസിൽ ചെയ്യും, അവരോടെയും ക്ലോട്ട് എലിപ്പിക്കൽ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം പല ആൾക്കാർക്കും ഒരു പേടിയുണ്ടാവും, ഈ ബ്ലീഡിങ്ങും എല്ലാം സംഭവിച്ചാൽ എന്താവും. അപ്പം നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള സാധ്യതയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കാം എന്ന് പറയുമ്പം അവർക്കത് മനസ്സിലാവും, നമ്മൾ എത്രത്തോളം ജെനുവിനായിട്ട് അത് പറയുന്നത്. അപ്പോൾ ആ ഒറ്റ വാക്കിൽ അതിനോട് സമ്മതിച്ച് സമ്മതപത്രമൊക്കെ അങ്ങനത്തെ ഫോർമാലിറ്റീസൊക്കെ തീർത്ത് പല കേസുകളിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ പല കേസുകളിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള കേസുകൾ വളരെ ചുരുക്കമാണ്, ഒരുപാടില്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിക്കവറി ഉണ്ടാകും എന്നല്ല. ഒരു സ്ട്രോക്ക് ഉണ്ടായി 3 മാസത്തിന് ശേഷം ഉള്ള ആളുടെ ഡിസബിലിറ്റി, അതാണ് എപ്പോഴും അതിൻ്റെ ഒരു അസസ്മെൻറ്റ്. സ്ട്രോക്ക് ഉണ്ടായി 3 മാസത്തിന് 90ാമത്തെ ദിവസം ആൾ നടക്കുന്ന ആ ഒരു കണ്ടീഷൻ, സപ്പോർട്ട് വേണോ, ഒരാൾ പിടിച്ചാൽ മതിയോ, 2 പേര് പിടിക്കേണ്ടതുണ്ടോ, അതോ സപ്പോർട്ടില്ലാതെ വാക്കിംഗ് സ്റ്റിക്കാണോ, വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കുന്നുണ്ടോ.
ആ ഒരു റിക്കവറി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് റോളുണ്ട്. ഒരേ പ്രായത്തിലുള്ള 2 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരേപോലുള്ള 2 പേർക്ക് ഒരേ സ്ട്രോക്ക് വന്നു, ഒരേ സമയത്ത് വന്നു, നമ്മൾ ഒരാൾക്ക് ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു, മറ്റേയാൾ പല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇല്ല വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അതിൽ കൊടുത്തയാൾക്ക് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ആളെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ 3 മാസത്തിന് ശേഷമുള്ള ഫങ്ഷണൽ സ്റ്റാറ്റസ്, അതായത് നടക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാം എന്നുള്ളത് പൊതുവേ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു, സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മിക്കവാറും സെൻറ്ററുകളിലും അവൈലബിളാണ്. ന്യൂറോളജിസ്റ്റും MRIയും 24 hours ഉള്ള എല്ലാ സെൻറ്ററുകളിലും അവൈലബിളാണ്. പക്ഷേ ചില കേസുകൾ, എല്ലാ കേസുകളിലും അല്ല, മെയിനായിട്ട് മേജർ സ്ട്രോക്കുകൾ, അതായത് ഏതെങ്കിലും ഒരു തലച്ചോറിലേക്കുള്ള മേജറായിട്ടുള്ള രക്തക്കുഴലുകൾ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോകുന്ന അവസ്ഥ, അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആ ക്ലോട്ട് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അതിനാണ് ത്രോംബക്ടമി, മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. അതും എല്ലാ മേജർ സ്ട്രോക്കിലും ചെയ്യാൻ പറ്റില്ല. അതിനും ഈ 4.5 മണിക്കൂർ പോലെ തന്നെ ഒരു സമയപരിധിയുണ്ട്. അതാണ് 24 hours, 24 മണിക്കൂർ വരെ നമുക്ക് അതിനുള്ള സമയമുണ്ട്. അപ്പം ചില കേസുകളിൽ ഇപ്പം 4.5 മണിക്കൂറിന് ശേഷം ആവാം, മേജർ സ്ട്രോക്ക് ആയിരിക്കാം. അപ്പം അവർക്ക് ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള സാധ്യത മിക്കവാറും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കേസുകളിൽ പിന്നെ ഈ ത്രോംബക്ടമി, അതായത് ക്ലോട്ട് എടുത്തു മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് രോഗിയുടെ പ്രായം, സ്ട്രോക്കിൻ്റെ വലിപ്പം, പിന്നെ ഈ പറഞ്ഞ സമയപരിധി 24 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഏത് ആശുപത്രി പോയാലും എല്ലാവരും ഒരേപോലെ തന്നെ, ഇപ്പം കേരളത്തിൽ നിന്നല്ല ലോകത്തെവിടെ പോയാലും അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ആ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ആ വ്യക്തി അതിന് യോജിച്ചയാളാണെങ്കിൽ ആ ക്ലോട്ട് എടുത്തു മാറ്റാനുള്ള ത്രോംബക്ടമി എന്നുള്ളതാണ് ഇപ്പം ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഒരു സ്ട്രോക്ക് വന്നാൽ 24 മണിക്കൂറിനുള്ളിലുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം എല്ലാ സ്ട്രോക്കുകളിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും മിക്കവാറും സ്ട്രോക്കുകളിലും. CT ആൻജിയോഗ്രാം, അതായത് തലച്ചോറിലേക്കുള്ള ഇനിഷ്യൽ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു, അത് ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കാം. ത്രോംബക്ടമി ഉള്ള കേസിൽ അതവിടെ കഴിഞ്ഞു, അതാണ് ഏറ്റവും മാക്സിമം കഴിഞ്ഞു. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു, 4.5 മണിക്കൂറിൽ കൊടുക്കേണ്ട കേസാണ് നമ്മൾ കൊടുക്കും. ഇനി 4.5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പം പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 9 മണിക്കൂർ വരെ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയും ഒരിതുണ്ട്, 9 മണിക്കൂർ വരെ സ്കാനിലെ ചില ചേഞ്ചസ് അനുസരിച്ച് ക്ലോട്ട് എലിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള പോസിബിലിറ്റി ആൾക്ക് ബെനിഫിറ്റ് ആകും എന്നുണ്ടെങ്കിൽ കൊടുത്തു നോക്കാം, ഇപ്പം ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച്. ചില കേസുകളിൽ പലർക്കും ഉള്ളൊരു ഇതാണ്, ഞങ്ങൾ വന്നപ്പോൾ 4.5 മണിക്കൂറിൽ 9 മണിക്കൂർ കഴിഞ്ഞു പോയി, ആ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പം വീണ്ടും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലല്ലേ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആസ്പിരിൻ പോലുള്ള മരുന്നുകളാണ് തുടങ്ങുക. പക്ഷേ അങ്ങനത്തെ കേസുകളിലും നമ്മൾ ഇനി മുന്നോട്ടേക്കുള്ള സ്ട്രോക്ക് തടയാനായിട്ട് മരുന്നുകൾ മാത്രം മതിയോ അതോ ആൻജിയോപ്ലാസ്റ്റി പോലെ എന്തെങ്കിലും വേണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസൊക്കെ അഡ്മിറ്റായി 1-2 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ആൻജിയോഗ്രാം, CT ആൻജിയോഗ്രാമാണ് യൂഷ്വലി ചെയ്യുന്നത്. ഒരു സർജറിയോ നമ്മൾ ഈ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ കാത്ത് ലാബിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറോ അല്ല, CT സ്കാൻ തന്നെയാണ്, ഒരു ഡൈ ഇൻജെക്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്കാൻ തന്നെയാണ്. അതിൽ ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങളൊക്കെ എന്തേലും ഉണ്ട്, എത്ര ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഒരു 100% കൃത്യതയിൽ അറിയത്തില്ല, എന്നാലും ഏറെക്കുറെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഒരു 50% കൂടുതൽ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എലക്റ്റീവായിട്ട്, അതായത് ഭാവിയിലേക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി പ്ലാൻ ചെയ്യേണ്ടതായിട്ട്, സ്റ്റെൻറ്റിങ്, നമ്മൾ കൊറോണറി സ്റ്റെൻറ്റിങ്, ഹാർട്ടിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ മുന്നോട്ടേക്കുള്ള സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ സ്റ്റെൻറ്റിങ് പ്ലാൻ ചെയ്യേണ്ടി വരും, മരുന്നിൻ്റെ കൂടെ തന്നെ.